ശ്രീ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ നിര്യാണം, ആ നിര്യാണം നടന്ന വേദിയിൽ, സംസ്കാര വേദിയിൽ എന്റെ പിതാവും അദ്ദേഹം ഒരുമിച്ചാണ് ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്നത്. ഇപ്പൊ തിരിച്ചു വരുമ്പോൾ എവിടെയോ ഒരു ഭയങ്കര ജനക്കൂട്ടം, ഇതുപോലെ തന്നെ വലിയ ഒരു ജനക്കൂട്ടം നമുക്കറിയാം അദ്ദേഹത്തിന്റെ കാണുവാൻ നിൽക്കുമ്പോൾ എവിടെയോ വെച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാതായി. രണ്ടു വണ്ടിയിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ കാണാത്തതോടൊപ്പം വളരെയധികം വിഷണ്ണനായി എന്റെ പിതാവ്. അപ്പം ഒത്തിരി അന്വേഷിക്കുന്നത്, അതായത് എന്നെ കാണാത്ത അവസ്ഥയിൽ എന്നെ അന്വേഷിക്കുന്ന പോലെ തന്നെയാണ് അദ്ദേഹത്തെ അന്വേഷിക്കുന്ന എന്റെ മനസ്സിൽ നിൽക്കുന്നത്. അപ്പം ഇവർ തമ്മിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയും അദ്ദേഹം പ്രതിപക്ഷവുമാണ്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും വളരെയധികം ഒരു ബന്ധം, ഹൃദയബന്ധം, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവിടെ നിൽക്കും, രാഷ്ട്രീയ വ്യത്യാസം അവിടെ നിൽക്കും. അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ഇന്നും നിൽക്കുന്നത് ഞാൻ ഓർക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ 2 ദിവസമായി വലിയ തരത്തിലുള്ള ഒരു ചർച്ചകൾ, അതായത് ഉമ്മൻചാണ്ടിയുടെ മരണ സമയത്ത് ഉണ്ടായ വിലാപയാത്ര, അതിൽ തടിച്ചുകൂടിയ ജനങ്ങൾ, VS-ന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആദരവ്, ഇത് തമ്മിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ജനഹൃദയങ്ങളിൽ ജീവിച്ച 2 നേതാക്കൾക്ക് ലഭിച്ച ജനങ്ങളുടെ അന്ത്യാദരവ് എന്ന തരത്തിൽ ചാണ്ടി എങ്ങനെയാണ് അതിനെ നോക്കി? ഇതിനകത്ത് ഒരു ഓരോരുത്തരും അവരുടെ സ്ഥാനമുണ്ട്. ജനമനസ്സിൽ ആരും നിഷ്പ്രഭല്ല. അപ്പം ശ്രീ VS അച്യുതാനന്ദന്റെ സ്ഥാനം അദ്ദേഹത്തിനുണ്ട്, എന്റെ പിതാവിനുള്ള സ്ഥാനം അദ്ദേഹത്തിനുണ്ട്, ഓരോ PK നയനാരുടെ സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. അപ്പം പൊതുസമൂഹത്തിൽ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ പേരിലൊരു ക്രെഡിറ്റ് തർക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിഫറൻസ് ഒപ്പീനിയന്റെ കാര്യമില്ല. അപ്പം ആരും മറ്റൊരാളുള്ളപ്പോ നിഷ്പരാവുന്നില്ല. അവർ ശക്തരായി തന്നെ നിലനിൽക്കുന്നു. കാരണം ശ്രീ VS അച്യുതാനന്ദന്റെ കോൺട്രിബ്യൂഷൻ അത് പൊതുസമൂഹത്തിന് മറക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് നമുക്കിപ്പോ രാഷ്ട്രീയമായി യോജിക്കണമെന്നില്ല, എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞ് യോജിച്ചൊന്നില്ല. പക്ഷെ അദ്ദേഹം കേരളത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, കേരളത്തിൽ പ്രതിപക്ഷ നേതാവിനുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹം നടത്തിയുള്ള സമരങ്ങൾ, അതൊക്കെ വലിയ കോൺട്രിബ്യൂഷനായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതിന്റേതായ വെയിറ്റേജും അതിന്റേതായ വിലയും പൊതു മനസ്സിന്റെ മുന്നിൽ VS അച്യുതാനന്ദനുണ്ട്.